ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം പഴക്കമുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി അപ്ലോഡ് ചെയ്യാൻ. കാരണം അതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വ്ളോഗും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് പയ്യെ സമാധാനത്തിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചത്തെ വ്ളോഗാണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം തന്നെ ആലോചിച്ചത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ബീഫ് കറി വയ്ക്കുക കേട്ടോ. ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടായിയുടെ അമ്മയും ചേട്ടനും എല്ലാവരും വരുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, നീലൂസ് നാളെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ അച്ഛനും അമ്മയും വെളുപ്പിനെ എത്തി. ചേട്ടായിയുടെ അമ്മയും ചേട്ടനും കൂടെ വൈകിട്ടേ എത്തത്തുള്ളൂ കേട്ടോ. സന്ധ്യയൊക്കെ ആവും. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചക്ക കുഴച്ചതും ബീഫ് കറിയും കേട്ടോ. ഇപ്പോൾ സവാള വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയാണ് സവാള അരിഞ്ഞു തന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു ചക്കക്കുരുവും കൂടെ കിട്ടിയിട്ടുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചക്കക്കുരുവും കൂടെ ഇട്ട് ബീഫ് കറി വയ്ക്കാനാണെന്ന്. ഞാൻ ചക്കക്കുരു എടുത്ത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏക ശത്രു എന്ന് പറയുന്നത് ചക്കക്കുരുവാണ്. കഴിക്കാനുള്ള സാധനങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത സാധനം ചക്കക്കുരു. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, അത് കുഞ്ഞിലേ അങ്ങനെ ബീഫൊക്കെ കറി വെച്ചോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും. എന്ത് മറന്നാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ്, നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇനിയും കുറേയധികം പരിപാടികൾ ബാക്കിയുണ്ട് കേട്ടോ. നാളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുക്കെല്ലാം പൊതിഞ്ഞു വെച്ചു. പിന്നെ അതിന് നെയിം സ്ലിപ്പ് ഒട്ടിക്കണം, പേരെഴുതണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നീലുവിന് വാങ്ങിച്ച സാധനങ്ങളിൽ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളിലെല്ലാം A to Z കാര്യങ്ങളിലും പേരെഴുതി കൊടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അതെഴുതണം. അതിന് വേണ്ടിയിട്ടൊരു വൈറ്റ്നറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് കുളിച്ചിട്ടിരിക്കുമ്പോൾ വേണം അത് ചെയ്യാൻ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്കുള്ളത്. പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. വീട്ടിലുണ്ടായ സാധനങ്ങളാണ് ചക്ക, മാങ്ങ. വീട്ടിലുണ്ടായ സാധനങ്ങളല്ല, വീടിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടിയ സാധനങ്ങളാട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെ കിട്ടാത്തത് കൊണ്ടും കിട്ടും, കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഫ്രീ ആയിട്ട് എങ്ങൊന്നും കിട്ടാത്തത് കൊണ്ട് അമ്മ അവിടെ നിന്ന് കൊണ്ടുവരും കേട്ടോ. ചുമന്ന് ബസ്സിൽ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ കുറച്ച് ചക്ക, മാങ്ങ, ചാമ്പയ്ക്ക, പേരയ്ക്ക, റംബൂട്ടാൻ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണല്ലോ. എൻ്റെ വീട്ടിൽ റംബൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഉണ്ടായത് അമ്മ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നതിൻ്റെ സന്തോഷം. പിന്നെ അമ്മ കറിവേപ്പില, ചീരയില ഇതെല്ലാം കൊണ്ടുവരും കേട്ടോ. ചീരയില ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നട്ട എൻ്റെ കൈതച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് കട്ട് ചെയ്ത് കഴിക്കണം. അതിന് ഇന്ന് സമയമില്ല കേട്ടോ, 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് വേറെ കുറേ പരിപാടികൾ. നാളെ നീലൂസിനി സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈം വരെ, സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന ടൈം വരെ ഞാൻ ബിസി ആയിരിക്കും കേട്ടോ. വേറെ ഒരു പരിപാടി എനിക്ക് പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കുറേ തിരക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം വേറെ ഒരു മൈൻഡും എൻ്റെ മൈൻഡിൽ വേറെ ഒന്നുമില്ല. ആരെന്തോ പറഞ്ഞാലും ഞാനത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം അവനത് ചെയ്തു കൊടുക്കണം, രാവിലെ അവൻ ഇത് കൊടുത്തു വിടണം. രാവിലെ സ്നാക്സ് ബോക്സ്, മോർണിംഗ് സ്നാക്സ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ് സ്നാക്സ്, ഇത്രയും സാധനങ്ങൾ 3 പ്രാവശ്യമായിട്ട് കഴിക്കാനുള്ളത് കൊടുത്തു വിടണം. അപ്പോൾ അതൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും കേട്ടോ. രാവിലെ എന്ത് കൊടുത്തു വിടണം, ഉച്ചക്കലത്തേന് എന്തോ പ്ലാൻ ചെയ്യണം, വൈകിട്ടത്തേന് എന്തോ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ആരെന്തോ പറഞ്ഞാലും എൻ്റെ മൈൻഡിലോട്ട് കയറത്തില്ല കേട്ടോ. ഞാനത് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല എനിക്ക്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. 2 ദിവസം കൊണ്ട്, 2 അല്ല, ഈ ഒരാഴ്ച കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഫസ്റ്റ് ടൈമാണ്. നീലൂട്ടനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, എനിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. കാരണം വേറൊരാളെ സ്കൂളിലോട്ട് ശീലമില്ലല്ലോ, അറിയത്തില്ലല്ലോ കാര്യങ്ങളൊന്നും.
അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടെൻഷനുണ്ട്. എങ്ങനെ ആയിരിക്കും, പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ. പണ്ട് നമ്മൾ പഠിക്കാൻ പോയ പോലൊന്നും അല്ലല്ലോ ഇപ്പം. നമ്മൾ പഠിക്കാൻ പോയ സമയത്ത് ഒരു പാത്രം കൊണ്ട് മാത്രം പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പാത്രവും വേണ്ടായിരുന്നു. ചില സ്കൂളുകളിൽ അവിടുന്ന് പാത്രം തന്ന് കഞ്ഞിയായിരുന്നു കുടിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ലഞ്ചും രാവിലത്തേനുള്ള സ്നാക്സ്, എന്തെങ്കിലും നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ, വൈകിട്ടത്തേനുള്ള സ്നാക്സ് അതൊക്കെ കൊടുത്തു വിടണം. അതുകൊണ്ട് എല്ലാം ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ശരിയാവോ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം മനസ്സിലാവുമല്ലോ. നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഓക്കെ ആവും. ആ ഒരു റൊട്ടീനിൽ കറക്റ്റായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഇച്ചിരി പാട് പിടിച്ചൊരാഴ്ചയാണ് കേട്ടോ. ടെൻഷൻ കൊണ്ട് മാത്രമാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കാം, വാട്സപ്പിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിലും അവർ ഗ്രൂപ്പിലിടും. അതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അതൊക്കെ. അപ്പം അതുകൊണ്ടിപ്പം ഞാൻ എപ്പോഴും നെറ്റ് ഓൺ ചെയ്ത് തന്നെ ഇട്ടേക്കും. മെസ്സേജ് എന്തെങ്കിലും വരുമോ, ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് ടീച്ചേഴ്സ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അങ്ങനെ നീലൂസ് സ്കൂളിൽ പോയ വ്ളോഗൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കാണുക കേട്ടോ. എൻ്റെ നീലൂസ് ഫസ്റ്റ് ടൈമാണ് സ്കൂളിലോട്ട് പോയത്. LKGയിൽ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളെന്നും പറഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടില്ലാത്തവർ കാണുക കേട്ടോ. അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്തോ പറയുന്നത്, ഒരു പ്രത്യേക ഫീലാണ്. ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ മനസ്സിലാവുമായിരിക്കുമല്ലേ പറയുമ്പം. ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ കുട്ടികൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു പ്രത്യേക സന്തോഷം അതൊക്കെ കാണുമ്പോഴല്ലേ. അപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു. അവനിങ്ങനെ ക്ലാസ്സിലിങ്ങനെ ബെഞ്ചിൽ ചെയറിൽ ബെഞ്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നപ്പം, കുട്ടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അവന് മടിയൊന്നുമില്ല പോവാനായിട്ട്. അവന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്ക് പോകണ്ടെന്നൊന്നും പറയത്തില്ല. അവന് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ സങ്കടമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മുഖത്തറിയാനായിട്ട് പറ്റും. ഇടയ്ക്ക് ക്ലാസ്സിലോട്ട് കൊണ്ടിരുത്തിയ സമയത്ത് ടീച്ചർ പിടിച്ചുകൊണ്ട് പോയി ക്ലാസ്സിൽ ഇരുത്തിയ സമയത്ത് ഒരു തിരിഞ്ഞു നോട്ടമൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ദൈവമേ, വിഷമമാവുമോ, ഞങ്ങൾ പോവുമോ എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു അവന്. പിന്നെ ഞാൻ ഓൾറെഡി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ അച്ഛനും അമ്മയും സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരും, മക്കൾ വൈകിട്ട് വാനിലാണ്, സ്കൂൾ ബസ്സിലാണ് വരുന്നത്, അപ്പോൾ ഹാപ്പിയായിട്ട് സ്കൂൾ ബസ്സിലൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവനോട് നേരത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പറഞ്ഞ് മനസ്സിലാക്കി സെറ്റാക്കിയ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആ സമയത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവന് പെട്ടെന്നത് ഷോക്ക് പോലായി, അവനത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരത്തെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് പിന്നീട് ആ കാര്യത്തിലോട്ട് കിടക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം, റംബൂട്ടാനുണ്ട്, പേരയ്ക്കുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്, അതെല്ലാം ഞാൻ എടുത്ത് വയ്ക്കുക കേട്ടോ. അതാണ്ട് കൈതച്ചക്ക കണ്ടില്ലേ, എൻ്റെ വീട്ടിലുണ്ടായത് കേട്ടോ. ഞാൻ നട്ട കൈതയിലെ കൈതച്ചക്കയാണ്. രണ്ടാമത്തെ കൈതച്ചക്ക കേട്ടോ. ആദ്യത്തത് എനിക്ക് തോന്നുന്നു അതും അമ്മ കൊണ്ടുവന്നായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കുക. രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നേ. ഇന്നലത്തെ പുട്ടിരിപ്പുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് റെഡിയാക്കി. പിന്നെ മേശപ്പുറം എല്ലാം ഒന്ന് റെഡിയാക്കി. പിന്നെ ഇതാ കണ്ടില്ലേ, അമ്മ മുട്ട കൊണ്ടുവന്നതാട്ടോ, നാടൻ മുട്ട. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാട്ടോ. അപ്പം അമ്മ അത് പൊട്ടാതിരിക്കാനായിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഈ ഒരു ടിന്നിലാക്കിയാട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ ഇനി അമ്മയ്ക്ക് കൊടുത്തു വിടണം, എന്നാലേ അടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധനമുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നീലൂസൻ്റെ എല്ലാ സാമഗ്രികളിലും പേരെഴുതാനായിട്ടിരിക്കുക കേട്ടോ. കുളിച്ചെല്ലാം കഴിഞ്ഞ് നീറ്റായിട്ട് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഫ്രീ ആയി ഞാൻ. അങ്ങനെ അതും എന്താ പറയുക, അത് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നാളെ രാവിലത്തേനാക്കി കഴിഞ്ഞാൽ നാളെ രാവിലെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കിതിന് സമയം കാണത്തില്ല. അപ്പം ഞാൻ ഇന്നേ അതെല്ലാം റെഡിയാക്കി ബാഗ് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ രാവിലെ ലഞ്ച് ബോക്സും എല്ലാം കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രം റെഡിയാക്കി നീലൂട്ടനെയും റെഡിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ പെൻസിലിൽ വരെ ഞാൻ അവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, പെൻസിൽ വരെ ഞാൻ വെറുതെ വിട്ടില്ല. എല്ലാത്തിലും പെൻസിൽ, റബ്ബർ, കട്ടർ എല്ലാത്തിലും ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ
പിന്നെ ക്രയോൺസ് വേണമായിരുന്നു, ഒരു പെൻസിലും ക്രയോൺസും റബ്ബറും ഇത്രയും മാത്രം മതിയെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു കട്ടറും കൂടെ വെച്ചു. പിന്നെ അത് ആ ബാഗിൽ പേരെഴുതി വയ്ക്കുവാണേ. ഇപ്രാവശ്യം എന്നല്ല, നീലൂസിന് എടുത്തേക്കുന്നത് റെഡ്, ഫുള്ളൊരു റെഡ് തീമിലുള്ളതാണ് കേട്ടോ എടുത്തേക്കുന്നത്. സെലക്ട് ചെയ്ത് നോക്കി എടുത്തതാട്ടോ. ആദ്യം കിട്ടിയ ബാഗ് റെഡ് ആയതുകൊണ്ട് പിന്നെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും പെൻസിൽ ബോക്സും എല്ലാം ഒരു റെഡിഷ് മയം ആക്കി കേട്ടോ. ഇത് ഈവനിങ് സ്നാക്സിൻ്റെ ബോക്സാട്ടോ, അതും റെഡുണ്ട്. പിന്നെ ടിഫിൻ ബോക്സിൽ റെഡില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാം ഒരു റെഡിഷ് മയമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അപ്പം എല്ലാവരുടെയും കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയി കാണുമല്ലേ? എങ്ങനെയൊക്കെയുണ്ട്? കരച്ചിലും ബഹളമൊക്കെ ഉണ്ടോ? നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കാൻ ചെന്നപ്പം ഒരുപാട് കുട്ടികളിരുന്ന് കരഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടു കേട്ടോ. അത് കാണുമ്പോൾ ഒരു സങ്കടം വരും കേട്ടോ. കാരണം ഇത്രയും നാൾ വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നിന്നിട്ട് പെട്ടെന്നൊരു അറിയാത്തൊരു സ്ഥലത്തോട്ട് അറിയാത്ത ആൾക്കാരുടെ ഇടയ്ക്കോട്ട് പോയി ഇരിക്കുമ്പോൾ അവർക്കൊരു പേടിയും ഭയവും, അച്ഛനും അമ്മയും ഇവിടെ ആക്കിയിട്ടങ്ങ് പോവുകയാണോ എന്നൊക്കെയുള്ളൊരു പേടിയായിരിക്കും അവരുടെ ഉള്ളിൽ. അപ്പോൾ അത് കരയുന്ന കാണുമ്പോൾ ഒരു സങ്കടമാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഓക്കെ ആവും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടനും അമ്മയും കൂടെ വന്നു. അങ്ങനെ അത് ഞാൻ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കേട്ടോ. പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട്. അവന് വാങ്ങിച്ച സാധനങ്ങളും പിന്നെ അനുചേട്ടൻ മാങ്ങയും, അമ്മയും അനുചേട്ടനും കൂടെ മാങ്ങയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീലൂട്ടൻ്റെ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചതൊന്നും ചേട്ടനൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്ന് A to Z കാര്യങ്ങളും എടുത്ത് കാണിക്കുമായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ബാഗും ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും പിന്നെ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകാനുള്ള ക്യാരി ബാഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി കേട്ടോ. കാരണം കുറേ നാളിന് ശേഷമല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. വേറൊന്നുമല്ല, അത് മാത്രമല്ല, പിന്നെ പണ്ടത്തെ പോലല്ലല്ലോ ഇപ്പം സ്കൂളിലോട്ട് പോകുന്നത്. പുതിയ ടെക്നോളജിയും അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയും സന്തോഷവും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് സോക്സും ബെൽറ്റും ഒക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. നീലൂസിന് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തൊക്കെ എടുത്ത് കാണിക്കണമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കങ്ങ് സന്തോഷം കൊണ്ട് എന്ത് പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ എല്ലാം എടുത്തുകൊണ്ട് വന്ന് കാണിച്ചേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബുക്കിൽ പേരെഴുതാനുള്ളത് ഞാൻ ചേട്ടായിയെ ഏൽപ്പിച്ചു കേട്ടോ. കാരണം ചേട്ടായിയുടെ നല്ല ഹാൻഡ് റൈറ്റിങ്, അപ്പം എൻ്റെ അത് അത്ര പോരാ. അങ്ങനെ അത് ചേട്ടായിനെ ഏൽപ്പിച്ചു. അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുന്നു. നീലൂസ് അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൺഡേ വ്ളോഗ് ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. സൺഡേയിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇത്രയായിരുന്നു. ഇനി ഇതെല്ലാം എടുത്ത് അടുക്കി പറക്കി വെച്ചതിന് ശേഷം ഫുഡും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാനായിട്ട് പോവാട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.